ആസാദ് യുണൈറ്റഡ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബഹിരാകാശത്ത് പച്ചക്കറി വിളയിച്ച് അനിൽ വീഡിയോ പുറത്തുവിട്ടു. കൊലപാതക കേസുകളിലെ പ്രതി RSS ക്രിമിനൽ രാകേഷ് ബംഗളൂരുവിൽ പിടിയിൽ. ഓരോ മിനിറ്റിലും ഓരോ പോസ്റ്റ് നീക്കുന്നു. 5 മാസത്തിൽ വെട്ടിയത് 2 ലക്ഷം. DYFI സംസ്ഥാന സമ്മേളനത്തിൽ പതാക ഉയർന്നു. തുറമുഖ നിർമ്മാണം അനുവദിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി. റോഡ് കണക്ടിവിറ്റിയിൽ പ്രസ്താവന അപഹാസ്യം, പ്രതിപക്ഷ നേതാവ്. ഓർമ്മകൾ ചുരിച്ചു. P. കൃഷ്ണപിള്ളയുടെ സ്മരണയിൽ നാട്. ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ചതായി UAE. പാലായിൽ LDF പിന്തുണയിൽ സ്വതന്ത്ര ചെയർപേഴ്സൺ. UDFന് തിരിച്ചടി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പാലാ നഗരസഭയിൽ LDF പിന്തുണച്ച സ്വതന്ത്ര അംഗം മായ രാഹുൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബുധനാഴ്ച ചേർന്ന കൗൺസിലിൽ 26-ൽ 16 അംഗങ്ങളുടെ പിന്തുണ നേടിയാണ് മായ വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി റിയ ചിരാങ്കുഴിക്ക് 10 വോട്ട് മാത്രമാണ് നേടാനായത്. പാലാ വിദ്യാഭ്യാസ ജില്ലാ ഇൻചാർജ് ഓഫീസർ ജോളിമോൾ ഐസക് വരണാധികാരിയായി. UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യത്തിലെ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിനെ LDF അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിരുന്നു. 26 അംഗ കൗൺസിലിൽ LDFന് 12 അംഗങ്ങളുണ്ട്. കോൺഗ്രസിലെ 3 വിമതരും മായയെ പിന്തുണച്ചു. UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യത്തിന് 9 അംഗങ്ങളാണുള്ളത്. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച ലിസിക്കുട്ടി മാത്യു വീണ്ടും UDFിലേക്ക് മാറിയെങ്കിലും മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ് അംഗീകരിച്ചില്ല. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഇവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യത്തിലെ അധികാര തർക്കങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിനെതിരെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 4 കോൺഗ്രസ് അംഗങ്ങളും സ്വതന്ത്രയും അവിശ്വാസത്തെ പിന്തുണയോടെ പാസായി. ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ചതായി UAE. ഇറാനുമായുള്ള എല്ലാ വ്യാപാര, വാണിജ്യ, വിനിമയ, സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെച്ചതായി UAE. പുതിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് തീരുമാനം. ചൊവ്വാഴ്ച രാത്രി UAEയിലുടനീളം മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് അലർട്ടുകൾ വന്നിരുന്നു. തുടർന്ന് മുന്നറിയിപ്പ് വന്ന പ്രദേശങ്ങളുള്ളവരോട് മാറി താമസിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു മുന്നറിയിപ്പ്. അതേസമയം 2 ബാലിസ്റ്റിക് മിസൈലുകൾ വന്നതായും അത് കടലിൽ പതിച്ചതായും UAE അറിയിച്ചു. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ഇക്കാര്യം നിഷേധിച്ചു. പ്രാദേശികവും അന്തർദേശീയവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും തുരങ്കം വയ്ക്കുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ ഇറാനുമായുള്ള എല്ലാ വ്യാപാര, വാണിജ്യ, വിനിമയങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ നിർത്തിവച്ചിരിക്കുന്നു, മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സമുദ്ര ഗതാഗതം ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ അവ UAE കപ്പലുകളെയാണോ അതോ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയെയാണോ ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമല്ല. UAEയിലേക്ക് ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി. ഓർമ്മകൾ ചുരിച്ചു. P. കൃഷ്ണപിള്ളയുടെ സ്മരണയിൽ നാട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും കേരള ഘടകം സ്ഥാപക സെക്രട്ടറിയുമായ P. കൃഷ്ണപിള്ളയുടെ അമരസ്മരണയിൽ നാട്. കൃഷ്ണപിള്ളയുടെ 78-ാം ചരമവാർഷിക ദിനത്തിൽ CPMന്റെ നേതൃത്വത്തിൽ മുഴുവൻ ഘടകങ്ങളിലും പതാക ഉയർത്തി അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. ആലപ്പുഴയിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂരിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറി KK രാഗേഷ് പതാക ഉയർത്തി. TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൂടാതെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഏരിയ കമ്മിറ്റി അംഗം E. സജീവൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. K. മോഹൻ അധ്യക്ഷത വഹിച്ചു. PP നൗഫൽ, P. പത്മനാഭൻ, K. മോഹൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രജനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. E. സജീവൻ, PP നൗഫൽ, P. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അനുവദിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി. റോഡ് കണക്ടിവിറ്റിയിൽ പ്രസ്താവന അപഹാസ്യം, പ്രതിപക്ഷ നേതാവ്. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF സർക്കാർ വൈകിപ്പിച്ചതായുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന തികച്ചും വസ്തുതാവിരുദ്ധവും അപഹാസ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വസ്തുതകളെ മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുമുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ അഭ്യാസമാണിത്. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ 100% പ്രവൃത്തി നടന്നത് LDF സർക്കാരിന്റെ കാലത്താണ്. എന്ന് മാത്രമല്ല, UDF സർക്കാർ വന്ന് കേവലം 2.5 മാസം കൊണ്ട് എന്തോ വലിയ കാര്യം പൂർത്തീകരിച്ചതായി അവകാശപ്പെടുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. 2022-ൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനെതിരെ സമരം നടന്നപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് UDF ആണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി സമരസ്ഥലം സന്ദർശിച്ച് തുറമുഖ നിർമ്മാണം അനുവദിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. വിഴിഞ്ഞത്ത് UDF സ്പോൺസർ ചെയ്ത തുറമുഖ വിരുദ്ധ സമരം പഴയ വിമോചന സമരത്തിന്റെ ആവർത്തന അനുഭവമെന്ന് സ്വപ്നം കണ്ടവരുടെ കൂട്ടത്തിൽ അന്നത്തെ KPCC പ്രസിഡന്റും ഉണ്ടായിരുന്നു. വില കുറഞ്ഞ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കില്ലെന്ന ഉറച്ച നിലപാടെടുത്തത് LDF സർക്കാരാണ്. അന്ന് പദ്ധതി നിർത്തിവെക്കാൻ സമരം ചെയ്തവർ ഇന്ന് LDF സർക്കാർ 99% പൂർത്തീകരിച്ച റോഡ് കണക്ടിവിറ്റിയുടെ പേര് പറഞ്ഞ്
മുതലെടുപ്പിന് വരുന്നത് അങ്ങേയറ്റം അപഹാസ്യപരമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും LDF സർക്കാർ നടത്തിയ കൃത്യമായ ഇടപെടലുകൾ, രേഖകൾ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞ വിഷയങ്ങളിൽ ഫാക്ട് ചെക്ക് നടത്താൻ ജനങ്ങളും മാധ്യമങ്ങളും മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഡിവൈഎഫ്ഐ 16-ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. പ്രതിനിധിസമ്മേളനം നാളെ രാവിലെ 10-ന് നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജും പൊതുസമ്മേളനം ശനിയാഴ്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. പൂത്തുറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും തിരുവനന്തപുരത്തെ മുഹമ്മദ് മിദ്രാജ് സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും കൊടുങ്ങല്ലൂരിലെ KU ബിജു രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ദിവസിക ജാഥയും ജില്ലയിലെ 25 ഡിവൈഎഫ്ഐ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് ആരംഭിച്ച ഉപദിവസിക ജാഥകളും അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ ശക്തൻ നഗറെത്തി. എല്ലാ ജാഥകളും സംഗമിച്ച് റാലിയായാണ് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തെത്തിയത്. പതാക CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണനും കൊടിമരം സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസും ദിവസിക സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ R ബിന്ദുവും ഏറ്റുവാങ്ങി. രക്തസാക്ഷി നഗറിൽ സംഘാടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. ദിവസിക DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഒലിപ്പിച്ചു. നാളെ രാവിലെ റീജിയണൽ തിയേറ്ററിലെ സഖാ പുഷ്പൻ നഗറിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പതാക ഉയർത്തും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കടം മുഖ്യാതിഥിയാകും. ശനിയാഴ്ച പകൽ സമ്മേളനത്തിന് സമാപനം കുറിച്ച് വിദ്യാർത്ഥി കോണറിൽ നിന്ന് യൂത്ത് ബ്രിഗേഡ് മാർച്ചും പ്രകടനവും ആരംഭിക്കും. പൊതുസമ്മേളനം നടക്കുന്ന VS അച്യുതാനന്ദ നഗറിൽ തുടർന്ന് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് സംസാരിക്കും. സമ്മേളനത്തിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം, സെക്രട്ടറി ഹിമഗ്ന രാജ് ഭട്ടാചാര്യ, ട്രഷറർ സജീവ് കുമാർ, കേന്ദ്ര സെക്രട്ടറി അംഗം JC തോമസ്, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി S കാർത്തിക്, പ്രസിഡന്റ് G സെൽവരാജ്, കർണാടക സംസ്ഥാന സെക്രട്ടറി ബസവരാജ് പൂജാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ബഹിരാകാശത്ത് പച്ചക്കറി വിളയിച്ച അനിൽ വീഡിയോ പുറത്തുവിട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പച്ചക്കറികൾ നട്ട് വിളവെടുത്ത് കഴിച്ച് നാസ ശാസ്ത്രജ്ഞനും മലയാളിയുമായ അനിൽ മേനോൻ ഭാവിയിലെ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ യാത്രികർക്ക് ഭക്ഷണ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാനാകുമോ എന്ന സാധ്യതയാണ് അനിൽ പരീക്ഷിച്ചത്. എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ അനിലും സാഹസികനായ ജെസ്സിക്ക മേയറും ISS-ൽ വളർത്തിയെടുത്ത KU വസാബി മസ്റ്റാർഡ് ഇലകളും വിളവെടുത്തു അവ ഉപയോഗിച്ച് വിഭവങ്ങൾ തയ്യാറാക്കുന്നതായി കാണാം. ഏകദേശം 1 മാസം എടുത്ത് ISS-ൽ കൃഷി ചെയ്താണവ. ഇതുവരെ ഞങ്ങൾ പാചകം ചെയ്തതിൽ ഏറ്റവും മികച്ച ഭക്ഷണമായിരിക്കും ഇത് അനിൽ മേനോൻ കുറിച്ചു. അതിനിടെ അനിലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സോഫി അഡനയും ചൊവ്വാഴ്ച ബഹിരാകാശത്ത് നടന്നു. ആന്റിന മാറ്റി സ്ഥാപിക്കാനുള്ള ദൗത്യവുമായാണ് ഇരുവരും നിലയത്തിന് പുറത്തിറങ്ങിയത്. സോഫിയുടെ ആദ്യ സ്പേസ് വോക്കും അനിലിന്റെ രണ്ടാമത്തേതുമാണ്. ഓണം സ്പെഷ്യൽ ഡ്രൈവ്. കണ്ണൂർ ജില്ലയിലെ 1808 ഭക്ഷ്യപാനീയ വിതരണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. 111 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 4 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിലെ ഭക്ഷ്യപാനീയ വിതരണ കേന്ദ്രങ്ങളിൽ സംയുക്ത സ്ക്വാഡ് പരിശോധന നടത്തിയത്. ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളുടെ സഹകരണത്തോടെ 94 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. ആദ്യ 2 ദിവസങ്ങളിൽ 1808 സ്ഥാപനങ്ങളിൽ സ്ക്വാഡുകൾ പരിശോധന നടത്തി. പരിശോധനയിൽ 111 കടകൾക്ക് പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം നോട്ടീസ് നൽകി. 4 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഡിവൈഎഫ്ഐ 16-ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം നാളെ രാവിലെ 10-ന് നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജും പൊതുസമ്മേളനം ശനിയാഴ്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് വൈകിട്ട് രക്തസാക്ഷി നഗറിൽ പതാക ഉയർന്നു. പൂത്തുറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും തിരുവനന്തപുരത്തെ മുഹമ്മദ് മിദ്രാജ് സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും കൊടുങ്ങല്ലൂരിലെ KU ബിജു രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ദിവസിക ജാഥയും ജില്ലയിലെ 25 ഡിവൈഎഫ്ഐ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് ആരംഭിച്ച ഉപദിവസിക ജാഥകളും അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ ശക്തൻ നഗറെത്തി. എല്ലാ ജാഥകളും സംഗമിച്ച് റാലിയായാണ് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തെത്തിയത്. പതാക CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണനും കൊടിമരം സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസും ദിവസിക സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ R ബിന്ദുവും ഏറ്റുവാങ്ങി. രക്തസാക്ഷി നഗറിൽ സംഘാടക സമിതി ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. ദിവസിക DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഒലിപ്പിച്ചു. നാളെ രാവിലെ റീജിയണൽ തിയേറ്ററിലെ സഖാ പുഷ്പൻ നഗറിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പതാക ഉയർത്തും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കടം മുഖ്യാതിഥിയാകും. ശനിയാഴ്ച പകൽ സമ്മേളനത്തിന് സമാപനം കുറിച്ച് വിദ്യാർത്ഥി കോണറിൽ നിന്ന് യൂത്ത് ബ്രിഗേഡ് മാർച്ചും പ്രകടനവും ആരംഭിക്കും. പൊതുസമ്മേളനം നടക്കുന്ന VS അച്യുതാനന്ദ നഗറിൽ തുടർന്ന് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് സംസാരിക്കും. സമ്മേളനത്തിൽ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം, സെക്രട്ടറി
ഹിമഗ്ന രാജ് ഭട്ടാചാര്യ, ട്രഷറർ സജീവ് കുമാർ, കേന്ദ്ര സെക്രട്ടറി അംഗം ജെയ്ക് സി തോമസ്, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി എസ് കാർത്തിക്, പ്രസിഡന്റ് ജി സെൽവരാജ്, കർണാടക സംസ്ഥാന സെക്രട്ടറി ബസവരാജ് പൂജാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.